മുസാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ ഉസ്താദന്മാരെ, പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതും ന്യൂനപക്ഷങ്ങളായ ജനങ്ങൾ വളരെ ആശങ്കയോടെ കാണപ്പെടുന്ന ഒരു വിഷയമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഏക സിവിൽ കോഡും ന്യൂനപക്ഷവും. എന്താണ് ഏക സിവിൽ കോഡ്? ലോകത്ത് പ്രമുഖമായ ഭരണഘടനയിൽ മഹത്തരവും ബൃഹത്തവുമാണ് ഇന്ത്യൻ ഭരണഘടന. 100 കോടിയിലധികം ജനങ്ങളുള്ള ഇന്ത്യയിൽ ഭാഷ, വർഗ, വർണ്ണ, ജാതി, മതം, സംസ്കാരം എന്നീ വൈവിധ്യങ്ങൾക്ക് അനുസരിച്ച് നീതി, സമത്വം, സാഹോദര്യം എന്നീ മഹത്തായ ദർശനങ്ങൾക്ക് ഭരണഘടന വളരെ മുൻതൂക്കം നൽകുന്നുണ്ട്. എന്നാൽ ഈ വർത്തമാന കാലഘട്ടത്തിൽ തീവ്ര ഹിന്ദു ശക്തികൾ ചരിത്രത്തിൽ ഏറ്റവും വലിയ അധികാരം കൈവന്നിരിക്കുകയാണ്. ഈ അവസരത്തിൽ ന്യൂനപക്ഷങ്ങളായ ജനങ്ങൾക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏക സിവിൽ കോഡ്. 1937 പാസാക്കിയ മുസ്ലിം ശരീഅത്ത് നിയമത്തിൽ ഭേദഗതി വരുത്തി മുത്തലാഖും ബഹുഭാര്യത്വവും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിക്ക് നൽകിയ പരാതി സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് അഭിപ്രായം തേടി. കേന്ദ്ര സർക്കാർ എന്നോണം നിയമ കമ്മീഷണർ റിപ്പോർട്ട് തേടി. നിയമ കമ്മീഷൻ പൊതുജനത്തോട് 16 ചോദ്യങ്ങൾ 45 ദിവസം കൊണ്ട് ഉത്തരം നൽകാൻ സോഷ്യൽ മീഡിയയെ ചോദ്യാവലി പ്രസിദ്ധീകരിച്ചു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ മാത്രം അഭിപ്രായം തേടുന്നതിന്റെ പിന്നിലുള്ള ഹിഡൻ അജണ്ട ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ. അത് എങ്ങനെയായിരിക്കുമെന്നും അവർക്കറിയില്ല. ഇന്ത്യയിലും ലോകത്തെവിടെയും സമ്പൂർണമായി ഏകീകരിച്ച സിവിൽ കോഡില്ല. വിവാഹമോചനം, അനന്തരാവകാശം തുടങ്ങിയ വിഷയങ്ങളിൽ മുസ്ലിം സ്ത്രീകൾക്ക് അവകാശമില്ലെന്ന് വരുത്തി തീർത്ത ഹിന്ദു അജണ്ട നടപ്പിലാക്കാനുള്ള തന്ത്രമാണ് അവർ പയറ്റുന്നത്. ഇസ്ലാം സമ്പൂർണവും സമഗ്രവുമാണ്. നിയമങ്ങൾ എല്ലാം അള്ളാഹുവിൻ്റെതാണ്. അവന്റെ നിയമങ്ങൾക്കെതിരായി നിയമങ്ങൾ അനുസരിക്കാൻ ഒരു സത്യവിശ്വാസിക്കാവില്ല. നാം നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ശരീഅത്ത് നിയമം അനുസരിച്ച് ക്രിമിനൽ നിയമങ്ങൾ നടപ്പിലാക്കാൻ ഭരണകൂടം തന്നെ വേണം. ഏതായാലും ഇസ്ലാം ശരീഅത്തെ അട്ടിമറിക്കാനും ന്യൂനപക്ഷങ്ങളുടെ അവകാശത്തെ ഇല്ലാതാക്കാനുമുള്ള ശ്രമത്തിനെതിരെ നാം പ്രത്യക്ഷ സമരത്തിനിറങ്ങിയേ തീരൂ. ആൾക്കൂട്ടത്തിന്റെ വലിപ്പം ഗവൺമെന്റിനെ സ്വാധീനിക്കുന്നതിനാൽ നാം വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുക തന്നെ വേണം. നമ്മുടെ നാട് മഹത്തായ സംസ്കാരത്തിന്റെ പടനിലമാണ്. ഇവിടെ സമാധാനം കളിയാടണം. അതിനാൽ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. നാഥൻ